ഫേസിൽ ഓരോരോ പ്രശ്നങ്ങൾക്ക് ഓരോരോ റെമഡി ചെയ്ത് നിങ്ങൾ മടുത്തിട്ടുണ്ടാവുമല്ലേ? എങ്കിലും ഇത് നിങ്ങളുടെ ഫേസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടി ഇതാ ഈ ഒരു ഒറ്റ ഐസ് ക്യൂബ് മതി കേട്ടോ. ഈ ഒരൊറ്റ ഐസ് ക്യൂബ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ യൂസ് ചെയ്യും വേണ്ടല്ലോ, നിങ്ങളുടെ സ്കിൻ ചൈനീസുകാരുടെ പോലെ നല്ല ഗ്ലോയിങ് ആൻഡ് ക്ലിയർ സ്കിൻ ആവോട്ടെ. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കൊന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വന്നാലാ. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പൊ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുക്കാം കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജാറിലിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരു 1 വീക്കിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്കത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. അപ്പൊ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ച് റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ് വാട്ടർ വേണമെന്നില്ല, നോർമൽ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ കുറച്ച് തിക്നെസ് ഉണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് ഐസ് ക്യൂബ് ട്രേയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം, നമ്മളിത് ഗ്രൈൻഡ് ചെയ്യാൻ മാത്രം, ഗ്രൈൻഡ് ഒന്ന് ചെയ്ത് വരാനായിട്ടുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് തിക്കായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത് ഫ്രീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രീസ് ആക്കി എടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് റബ്ബ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റ് ആയി പോകും കേട്ടോ. അപ്പൊ ഇതാ നമ്മളുടെ ഐസ് ക്യൂബ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാ ദിവസവും മോർണിംഗിൽ ഒരെണ്ണം എടുത്ത് നമ്മളൊന്ന് ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ ഫേസ് വാഷിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു 1 വീക്ക് ഇതൊന്ന് ചെയ്ത് നോക്കട്ടാ. ശരിക്കും നിങ്ങൾ ഞെട്ടും. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ആദ്യത്തെ ഒരു യൂസിൽ തന്നെ ശരിക്കും നിങ്ങൾ ഞെട്ടോട്ടോ. അത്രയ്ക്ക് റിസൾട്ട് സംഭവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരൊറ്റ ഐസ് ക്യൂബ് മതിയായിട്ട് നിങ്ങളുടെ ഫേസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഞാൻ വെറുതെ പറയണല്ല കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, ടാൻ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, പഫ്നെസ്, ഇൻഫ്ലമേഷൻ, അൺഈവൻ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ആക്നി, സ്കേർട്സ്, പിമ്പിൾസ്, മാർക്സ്, ഡാർക്ക് സ്പാച്ചസ്, എന്റെ അമ്മ എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് കേട്ടോ. സ്കിൻ നല്ല ലൈറ്റനും ഗ്ലോയിങ്ങും ക്ലിയർ സ്കിൻ ആവാനായിട്ടും സ്പോട്ട്ലെസ് സ്കിൻ ആവാനായിട്ടും ഈവൻ സ്കിൻ ടോൺ ആവാനും ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് വരെ ഹെൽപ്പ് ചെയ്യണ ഒരു അടിപൊളി ഐസ് ക്യൂബ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.